പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് 24 ഓഗസ്റ്റ് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് എപ്പോഴും അറിവാണ്. അറിവ് കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസ് മാറുന്നുണ്ട്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നോളജ് ആണ് എപ്പോഴും ആവശ്യം. അത് ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഉക്രൈൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. 91 സോവിയറ്റ് പല രാഷ്ട്രങ്ങളായിട്ട് മാറി. റഷ്യ, ഉക്രൈൻ, കസഖ്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിങ്ങനെ നിരവധി രാഷ്ട്രങ്ങളായിട്ട് മാറിയതിനു ശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23, അതായത് ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 22-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പോളണ്ടിലായിരുന്നു. അവിടെ നിന്ന് നേരിട്ടാണ് ഉക്രൈനിലേക്ക് എത്തിയതും ഉക്രൈനിലെ കേവ് എന്ന സിറ്റിയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വൊളോഡിമിർ സെലൻസ്കി ആയിട്ടുള്ള ചർച്ചകളും കോറും എല്ലാ പത്രങ്ങളിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഉക്രൈൻ ഇന്ത്യ തമ്മിലുള്ള ആ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാൻ സാധിച്ചു എന്നതാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. 91 ശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. ഈ ഒരു അവസരത്തിൽ നരേന്ദ്രമോദി BHISHM ക്യൂബുകൾ സമ്മാനിച്ചു. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് കറണ്ട് അഫേഴ്സിൽ തന്നെ വന്നിട്ടുള്ള ചോദ്യമായിരുന്നു 15,000 അടി ഉയരത്തിൽ പരീക്ഷിച്ച ഇന്ത്യയിലെ കോമ്പാക്ട് ആയിട്ടുള്ള പോർട്ടബിൾ മെഡിക്കൽ യൂണിറ്റ്സ്. ഇതിനെക്കുറിച്ച് കറണ്ട് അഫേഴ്സിൽ വന്നിരുന്നു. BHISM എന്നാൽ ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി. ഏതൊരു യുദ്ധസമയത്തും ഓരോ പ്രദേശങ്ങളിലും കൃത്യമായിട്ട് ഈ ക്യൂബുകൾ എത്തിക്കാനും മെഡിക്കൽ ഫെസിലിറ്റീസ് നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് BHISHM. കൂടാതെ 4 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് കൂടി ഈ ഒരു വേളയിൽ അദ്ദേഹം സൈൻ ചെയ്തു. ഉക്രൈൻ്റെ പ്രസിഡന്റ് ആണ് വൊളോഡിമിർ സെലൻസ്കി. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായ മദാപ്പർ ഗ്രാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ദ ഏഷ്യസ് റിച്ചസ്റ്റ് വില്ലേജ്, ഏഷ്യയിലെ സമ്പന്നമായിട്ടുള്ള വില്ലേജ് ഇത് ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ ഭുജ് എന്ന സിറ്റിക്കടുത്താണ് മദാപ്പർ വില്ലേജ്. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള വില്ലേജ്. മദാപ്പർ വില്ലേജിൽ 32,000 വില്ലേജസ് ആണുള്ളത്. ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഓരോ വീടുകളും ഇവിടെ 22 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണുള്ളത്. അതായത് ആകെ പറയുമ്പോൾ 7,000 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു വില്ലേജിലുള്ളത്. ഇന്ന് ഇന്ത്യയിലെ പല ടോപ്പ് ലെവലിലുള്ള ബാങ്കുകളും മദാപ്പർ എന്ന ഗ്രാമത്തുണ്ട്. അതായത് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI, HDFC എന്നീ ബാങ്കുകൾ മദാപ്പർ എന്ന ഗ്രാമത്തുണ്ട്. കാരണം അത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഏഷ്യയിലെ ഗുജറാത്തിലുള്ള ഭുജിനടുത്തുള്ള മദാപ്പർ. അടുത്തിടെ ഏത് രാജ്യത്താണ് ഹനുമാന്റെ 90 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US ടെക്സാസ് എന്ന സ്ഥലത്ത് ഹനുമാന്റെ 90 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ US ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രതിമ എന്ന് പറയുമ്പോൾ അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ന്യൂയോർക്കിൽ 151 അടിയാണ്. തൊട്ടുപുറകെ ഫ്ലോറിഡയിലെ ഹലാൻഡാലെ ബീച്ചിലുള്ള പെഗാസസ് എന്ന ഡ്രാഗൺ, ഈ ഒരു സ്റ്റാച്യു ഇതിന് 110 അടിയാണ്. 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിയൻ ഹനുമാൻ മൂർത്തി, ഇതിന് 90 അടിയാണ്. ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ടെക്സാസിലെ സുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ടെമ്പിളിലാണ്, അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ്. ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 18 വരെ പ്രാണപ്രതിഷ്ഠ എന്ന മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിമയെ ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഹനുമാന്റെ പ്രതിമ എന്ന് ചോദിക്കുമ്പോൾ അത് US ടെക്സാസിലുള്ള ഒരു പ്രതിമയാണ്. അതായത് 90 അടി ഉയരമുള്ള ബ്രോൺസിൽ നിർമ്മിച്ചിട്ടുള്ള ലോർഡ് ഹനുമാന്റെ പ്രതിമയാണ് ഇന്ന് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഹനുമാന്റെ പ്രതിമ ഇന്ത്യക്ക് പുറത്ത്. 2024 ഓഗസ്റ്റ് 23 ഏത് മന്ത്രാലയമാണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 ആരംഭിച്ചത്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 എന്നൊരു പ്രോഗ്രാം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ലോഞ്ച് ചെയ്തു.
ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രീ അശ്വനി വൈഷ്ണവ്, ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. 27 ചലഞ്ചസ് ആണ്. അതിലെ ആദ്യത്തെ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് എന്ന ഒരു വലിയൊരു പ്രോഗ്രാം, വലിയൊരു കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 എന്ന ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏത് സൈനികാഭ്യാസം 2024 ഓഗസ്റ്റ് 25 അവസാനിച്ചു. മിത്രശക്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്, ഒരു മിലിറ്ററി എക്സസൈസ് ആണ് മിത്രശക്തി. 10ാമത്തെ മിത്രശക്തിയാണ് ഇപ്പോൾ ഓഗസ്റ്റ് 25 സമാപിക്കുന്നത്. 14 ദിവസത്തെ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് മിത്രശക്തി. കഴിഞ്ഞ വർഷം ഇത് നടന്നിട്ടുള്ളത്, അതായത് 2023 പൂനെയിൽ വെച്ചായിരുന്നു. ശ്രീലങ്കയിലുള്ള ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ ഓഫ് ഇന്ത്യ സന്തോഷ് ജായും ശ്രീലങ്കയുടെ സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് പ്രീമിത ഭണ്ഡാര ടെനാക്കൂൺ ആണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സമാപനം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിലെ മധുരു ഓയിലുള്ള ആർമി ട്രെയിനിങ് സ്കൂൾ വെച്ചാണ് മിത്രശക്തി എന്ന ആർമി എക്സസൈസ് നടന്നിട്ടുള്ളത്. അപ്പം മിത്രശക്തി എന്ന എക്സസൈസ് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ഒരു ആർമി എക്സസൈസ് ആണ്. MRF ഇന്ത്യ നാഷണൽ കാർ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2024 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ദേശീയ റേസിംഗ് ചാമ്പ്യനായി മാറിയത് ആരാണ്? ഡയാന പണ്ടോൾ. ആദ്യമായിട്ട് ഒരു വനിത റേസിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു ഇന്ത്യയിൽ, അത് ഡയാന പണ്ടോൾ ആണ്. MRF നടത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കാർ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആണ് ഡയാന പണ്ടോൾ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഒരു വനിതയാണ് ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ പൂന സ്വദേശിയായിട്ടുള്ള ഡയാന പണ്ടോൾ ഒരു ടീച്ചറും ഒപ്പം തന്നെ 2 കുട്ടികളുടെ മാതാവ് കൂടിയാണ്. ഇവരാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഫീമെയിൽ നാഷണൽ റേസിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. കാർ ഡ്രൈവിംഗിൽ താല്പര്യമുള്ള ഡയാന പണ്ടോളിന് 8 വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു അവസരത്തിന് വേണ്ടി ഒരു കോൾ വന്നിട്ടുള്ളത്. അതനുസരിച്ച് പിന്നീടുള്ള പ്രാക്ടീസും അങ്ങനെയാണ് പിന്നെ ഡയാന പണ്ടോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളതും. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഫീമെയിൽ നാഷണൽ റേസിംഗ് ചാമ്പ്യൻ ആയി മാറിയതും. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര 2ാം സ്ഥാനത്തെത്തിയ ലോസാനെ ഡയമണ്ട് ലീഗ് 2024 ആദ്യത്വം വഹിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. ലോസാന ഡയമണ്ട് ലീഗ് ഇത് നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ഈ പ്രാവശ്യത്തെ ഈ മത്സരത്തിൽ ജാവലിൻ ത്രോയിൽ 89.49 മീറ്റർ എറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര ഈ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തി. പാരീസ് ഒളിമ്പിക്സിലും നീരജ് ചോപ്രയ്ക്ക് 2nd പൊസിഷൻ ആയിരുന്നു. ഈ പ്രാവശ്യം ഈ ഒരു മത്സരത്തിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനമാണുള്ളത്. 2024 ഓഗസ്റ്റ് 23 ആചരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ തീം എന്താണ്? ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ഇന്നലെയായിരുന്നു നാഷണൽ സ്പേസ് ഡേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീം ആണ് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. 2024 ഓഗസ്റ്റ് 22 ജോർഡാനിലെ അമ്മാനിൽ 57 കിലോഗ്രാം ഗുസ്തിയിൽ അണ്ടർ 17 ലോക ചാമ്പ്യനായ ഗുസ്തിക്കാരന്റെ പേര് നേഹ സാങ്വാൻ, ഹരിയാന സ്വദേശിയായിട്ടുള്ള നേഹ സാങ്വാൻ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 ഓഗസ്റ്റ് 22 ജോർഡാനിലെ അമ്മാൻ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യനിലെ അണ്ടർ 17 വേൾഡ് ചാമ്പ്യനിലെ കിരീടം കരസ്ഥമാക്കി. 57 കിലോഗ്രാം കാറ്റഗറിയിലാണ് നേഹ സാങ്വാൻ, ഹരിയാന സ്വദേശിയായിട്ടുള്ള നേഹ സാങ്വാൻ കിരീടം കരസ്ഥമാക്കുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 23 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, എപ്പോഴാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം 23 ഓഗസ്റ്റ്. ഇന്നലെയായിരുന്നു നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റ് 23 ആയിരുന്നു ചന്ദ്രയാൻ 3 എന്ന ഇന്ത്യയുടെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ചന്ദ്രനിലെ സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ദിവസമായിരുന്നു ഓഗസ്റ്റ് 23. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഓഗസ്റ്റ് 23 പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഈ പ്രാവശ്യം ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റ് നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രാവശ്യം ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സയൻസ് അവാർഡുകൾ ഓഗസ്റ്റ് 22 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു സയന്റിസ്റ്റുകൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്.
ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഉക്രൈൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായ മദാപ്പർ ഗ്രാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അടുത്തിടെ ഏത് രാജ്യത്താണ് ഹനുമാന്റെ 90 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2024 ഓഗസ്റ്റ് 23 ഏത് മന്ത്രാലയമാണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 ആരംഭിച്ചത്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏത് സൈനികാഭ്യാസം 2024 ഓഗസ്റ്റ് 25 അവസാനിച്ചു? മിത്രശക്തി. MRF ഇന്ത്യൻ നാഷണൽ കാർ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2024 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ദേശീയ റേസിംഗ് ചാമ്പ്യനായി മാറിയത് ആരാണ്? ഡയാന പണ്ടോൾ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര 2ാം സ്ഥാനത്തെത്തിയ ലോസാനെ ഡയമണ്ട് ലീഗ് 2024 ആതിഥ്യം വഹിച്ച രാജ്യം? സ്വിറ്റ്സർലാൻഡ്. 2024 ഓഗസ്റ്റ് 23 ആചരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ തീം എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. 2024 ഓഗസ്റ്റ് 22 ജോർഡാനിലെ അമ്മാനിൽ 57 കിലോഗ്രാം ഗുസ്തിയിൽ അണ്ടർ 17 ലോക ചാമ്പ്യനായ ഗുസ്തിക്കാരന്റെ പേര്? നേഹ സാങ്വാൻ. ഇന്ന് ഓഗസ്റ്റ് 24 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. അടുത്തിടെ സമാപിച്ച ഉദാരശക്തി 2024 സംയുക്ത വ്യോമസേന അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യം തമ്മിലായിരുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡ്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.